ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്ക്ലി റീഡിംഗ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ്. ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 4 വരെ. ഇൻ കേസ് അതിന് ശേഷമാണ് കാണുന്നതെങ്കിൽ എന്നാണോ നിങ്ങൾ ഈ ഒരു റീഡിങ്ങിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത് അന്ന് മുതലുള്ള 7 ഡേയ്സിൻ്റെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഐ എം സോറി, ലാസ്റ്റ് വീക്കിൽ എനിക്ക് വീക്ക്ലി റീഡിംഗ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു. അതായത് ഇന്ന് ടിക്കറ്റ് എടുത്തിട്ട് നാളെ ട്രാവൽ ചെയ്യണം. ആ ഒരു പെട്ടെന്നായിരുന്നു എല്ലാം. ഞാൻ വിചാരിക്കാതെ എല്ലാം സഡനായിട്ട് സംഭവിച്ചു. അപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഞാൻ കേരളയിലായിരുന്നു. എൻ്റേതായിട്ടുള്ള ഒരു സ്പിരിച്വൽ ജേർണി, ഫാമിലി ആയിട്ട് ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു എൻ്റെ. പക്ഷേ പിന്നീട് ഇപ്പോൾ തിരിച്ച് ഞാൻ US വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ പിന്നെയും എൻ്റെ എന്താ പറയുക, ഫാമിലി, റെസ്പോൺസിബിലിറ്റീസ്, കുക്കിംഗ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളായിട്ട് ഞാനിപ്പോൾ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ജെറ്റ് ലാഗ് ഉണ്ട്. ശരിക്കും എൻ്റെ എനർജി ഒന്നും ബാലൻസ്ഡ് ആയിട്ടില്ല, സ്റ്റഡി ആയിട്ട് ഇരുന്നിട്ടില്ല ഇതുവരെ. എപ്പോഴും ക്ഷീണമാണ്. ഈവനിങ് ആകുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരും. അപ്പോൾ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു ടൈം പീരീഡാണ്. കുറച്ച് സമയമെടുക്കും എല്ലാം ഒന്ന് എന്താ പറയുക ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പ്ലേസും ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ വിശേഷം വന്നിട്ട്. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നിങ്ങൾക്ക് സ്ക്രീനിൽ ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ചോയ്സ് നിങ്ങൾ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 1ൻ്റെ 1 വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. താങ്ക് യു. ഇവിടെ 7 ഓഫ് ഇൻ്റലിജൻസിൻ്റെ എനർജി, ഹയറഫൻറ്റ്, 4 ഓഫ് സ്ട്രെങ്ത്, ഡെവിൾ, ഹൈ പ്രീസ്റ്റസ്. ഈ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് 7 ഓഫ് ഇൻ്റലിജൻസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ അല്ലെങ്കിൽ ഓവറോൾ നിങ്ങളുടെ ലൈഫിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിശക്തി ഓക്കെ നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള എനർജീസ് ഉണ്ടാകാം, മാസ്ക് അണിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടാകാം. അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് കുറേ കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻറ്റ്യൂട്ടീവായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് ജസ്റ്റിസിൻ്റെ എനർജി, സത്യം നീതിയുടെ എനർജി ചൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങളും ആ ഒരു ട്രൂത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങളെ എന്താ പറയുക ട്രിഗർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള പാതയിൽ പോകാനായിട്ട് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ എനർജീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ കെയർഫുൾ ആകുക. മെയിനായിട്ട് ഈ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ് പീരീഡിൽ വന്നിട്ട്. ഓക്കെ, അപ്പോൾ നോ പറയേണ്ട സ്ഥാനത്ത് കുറച്ച് പേര് സ്ട്രോങ് ആയിട്ട് നോ പറയാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹയറഫൻറ്റ് വന്നിട്ട് ഈ ഒരു വീക്കിൻ്റെ മിഡിലിൽ ഒത്തിരി ഹയർ ലേണിംഗ് കാണുന്നുണ്ട്. ഒത്തിരി സ്പിരിച്വൽ എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകുന്നതാണ്. ഒത്തിരി ഇൻറ്റ്യൂട്ടീവ് ഗൈഡൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് റിലീജിയസ് ആയിട്ടുള്ള പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരേജിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മാരേജ് പ്രപ്പോസൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ മാരീഡ് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കുറേ കൂടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് വന്നിട്ട്
4 ഓഫ് സ്ട്രെങ്ത്തിൽ വന്നിട്ട് യൂണിറ്റിയുടെ എനർജിയാണ്. ഈ ഒരു വീക്കിൻ്റെ എൻഡോടുകൂടി ഒത്തിരി സപ്പോർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിറ്റിയോടുകൂടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരി പോസിറ്റീവായിട്ട് മാറുന്നതായിട്ട് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ആയിരിക്കാം. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിക്കുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡെവിളിൻ്റെ എനർജിയിൽ വന്നിട്ട് ചിലപ്പോൾ ഇത് ഇമോഷണലി നിങ്ങളെ എന്താ പറയുക എഫക്റ്റ് ചെയ്യുന്ന എനർജി ആയിരിക്കാം. ഇമോഷണലി നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, നിങ്ങളെ ചലഞ്ച് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ എനർജി വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം കുറച്ചൊരു ചാലഞ്ചായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ആ സമയത്തെല്ലാം എഗെയിൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. കുറച്ച് സമയം നിങ്ങളുടെ കൂടെ ഇരിക്കുക. എസെൻഷ്യൽ ഓയിൽസ്, ഫ്ലവേഴ്സ്, ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഈ ഒരു വീക്ക് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എഗെയിൻ എന്തെങ്കിലുമൊക്കെ പ്രപ്പോസൽസ് വരുന്നുണ്ട്. മാരേജ് പ്രപ്പോസൽ ആയിരിക്കാം, പ്രൊജക്റ്റ് വൈസ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ എനർജീസ് കടന്നു വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നൈറ്റ് ഓഫ് സ്ട്രെങ്ത്തിൻ്റെ എനർജി, 8 ഓഫ് വിസ്ഡം. തളർന്നു പോകാതിരിക്കുക. എത്രയൊക്കെ ചാലഞ്ച് വരുന്നുണ്ടെങ്കിലും ഓക്കെ, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ടിട്ട് നിങ്ങൾക്ക് അതെല്ലാം ഫേസ് ചെയ്യാനായിട്ട്, അതെല്ലാം എന്താ പറയുക, അതെല്ലാം നീക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള എനർജി അവൈലബിൾ ആണ്. അത് കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വർക്ക് സ്പേസിൽ നിങ്ങളുടെ വർക്കിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. Use your natural healing abilities. Dear Archangel Raphael, thank you for clearly guiding, encouraging and supporting my healing work. ഈ ഒരു വീക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹീലിംഗ് എബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പവർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനായിട്ട്, മറ്റുള്ളവർക്കും ആ ഒരു ഹീലിംഗ് എനർജി നിങ്ങൾ കൊടുക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. വേറെന്ത് ഗൈഡൻസ് ആണുള്ളത് നോക്കാം. പായൽ നമ്പർ 1 വന്നിട്ട് ഈ ഒരു വീക്കിലോട്ട് ഫീനിക്സ്, റിന്യൂവൽ, റിസറക്ഷൻ, ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോം ഇൻ ലവ്. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള ഇന്നർ സ്ട്രെങ്ത്ത്, അതിൻ്റെ എബിലിറ്റീസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നത്. കുറച്ച് പേർക്ക് ഫെർട്ടിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, കൺസേൺ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ടും ഈ ഒരു വീക്ക് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങളതെല്ലാം ഓർഡറിൽ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ക്രിയേറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ക്രിയേറ്റീവ് എനർജി ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. എഗെയിൻ തളർന്നു പോകാതിരിക്കുക. എത്രയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിലും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾക്ക് ഉയർന്നു പറക്കാനായിട്ടുള്ള എനർജി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യുക. വേറെ എന്ത് എനർജിയാണെന്ന് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 1, സ്റ്റോർക്ക്, റിന്യൂവൽ, ഗ്രോത്ത്, പ്യൂരിറ്റി, ഹാപ്പി ഡേയ്സ് ലൈ അഹെഡ്. ഇതെനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി റിന്യൂവലിൻ്റെ എനർജി. പാസ്റ്റിൽ ഒത്തിരി തളർന്നു പോയിട്ടുണ്ടാകാം, ഫെയിലിയർ ഫേസ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഉയർന്നു വരാനായിട്ട് ആ ഒരു റീബർത്തിൻ്റെ എനർജി, ഒത്തിരി ഗ്രോത്ത്, വളർച്ച കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ പ്യൂരിറ്റി, നിങ്ങളുടെ ആ ഒരു നന്മ കൊണ്ടിട്ട് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ആക്ടിവിറ്റീസ്, കാര്യങ്ങൾ, ആ ഒരു കർമ്മ റിട്ടേൺ ആയിട്ട് വരുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ലോയൽറ്റി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. കമ്മിറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ തൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒത്തിരി ക്ലെൻസിങ്ങിൻ്റെ എനർജി, പ്യൂരിറ്റിയുടെ എനർജി കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി
പീസിൻ്റെ എനർജിയും. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തായിരിക്കാം, നിങ്ങൾ ഇരിക്കുന്ന എൻവയറമെൻറ്റിലും ഒത്തിരി പീസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പേര് ഇവിടെ നിങ്ങളുടെ സ്പേസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം ചേഞ്ച് ചെയ്യുന്നുണ്ടാകാം, എൻവയറമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി കൂടെ പോയിട്ടുണ്ടാകാം റീസെൻ്റ്ലി വന്നിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവ് ഗ്രോത്ത് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് പൈൽ നമ്പർ 1ൻ്റെ ഈ ഒരു വീക്കിലെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കുക. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് പൈൽ നമ്പർ 1നുള്ളത് ഈ ഒരു വീക്കിൽ വന്നിട്ട്? ബ്യൂട്ടിഫുൾ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി, ഫ്രഷ് സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ്. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജി ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ. ഇവിടെ 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഓക്കെ, തൻ്റെ സ്റ്റാൻഡിൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തനിക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. ബ്യൂട്ടിഫുൾ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി, ഒത്തിരി ഹീലിംഗ് കാണുന്നുണ്ട്. അഗൈൻ ഫെർട്ടിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഹീലിംഗ് എനർജി കടന്നു വരുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് മദറായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. മദർ ഹീലിംഗ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഫൈറ്റ്സ് ആർഗ്യുമെൻറ്റ്സിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ബാലൻസിലോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പൈൽ നമ്പർ 2യുടെ 1 വീക്കിലോട്ടുള്ള ഗൈഡൻസ് എന്താണ്? താങ്ക് യു. താങ്ക് യു. ഇവിടെ 8 ഓഫ് കരിഷ്മയുടെ എനർജി, 3 ഓഫ് വിസ്ഡം, 9 ഓഫ് വിസ്ഡം. ഓക്കെ, 5 ഓഫ് ഇൻ്റലിജൻസ്. ഇവിടെ വന്നിട്ട് ഏസ് ഓഫ് ഇൻ്റലിജൻസ്. King of Karishma, 10 of Wisdom. 9 കഴിഞ്ഞിട്ട് 10 വന്നിട്ടുണ്ട്. ഈ ഒരു വീക്കിൽ നിങ്ങളുടെ വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകാം ലൈഫിൽ. അപ്പോൾ പാസ്റ്റിൽ നിന്ന് നമ്മൾ പഠിച്ച ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു വിസ്ഡം, അറിവ് നിങ്ങൾ ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് പാസ്റ്റിൽ ഞാൻ ഇതുപോലെ ചെയ്തപ്പോൾ ഈ ഒരു റിസൾട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു വീക്കിൽ എൻ്റെ ബുദ്ധിശക്തി അല്ലെങ്കിൽ എൻ്റെ ഇൻ്റലിജൻസ്, പാസ്റ്റിൽ നിന്നിട്ട് ലേൺ ചെയ്ത കാര്യങ്ങൾ, അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാം, എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം, അതിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി കാണുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ ശരിക്കും അത് ലൈഫിൽ ഉണ്ടാകത്തില്ല, പക്ഷെ നമ്മൾ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഇവിടെ ഈ ഒരു 5 ഓഫ് ഇൻ്റലിജൻസ്, അതായത് കോൺഫ്ലിക്റ്റ്, വഴക്ക്, ഒത്തിരി ഈഗോ ക്ലാഷസിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഹാർമോണിയസ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്, എഗെയിൻ ആ ഒരു വിസ്ഡമാണ് കാണിക്കുന്നത്. ആ ഒരു ഇമോഷണലി കുറച്ചും കൂടെ മെച്യൂർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഫാമിലി ഫ്രണ്ട്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു എൻഡിങ് കൊണ്ടുവരാനായിട്ടും ആ ഒരു ഇഷ്യൂസ് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് 8 ഓഫ് കരിഷ്മയുടെ എനർജിയാണ്. ഈ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ
ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്, അവസരങ്ങൾ വരുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു അവസരം വരണ സമയത്ത് നിങ്ങൾ ആ ഒരു ചാൻസ് എടുക്കാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഒത്തിരി വർക്ക് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം. ഇൻ കേസ് സ്റ്റേജ് ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ സെമിനാർ നടത്തണം, സ്പീച്ച് നടത്തണം, അങ്ങനത്തെയൊക്കെ എനർജീസ് വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ടൈം പീരീഡാണ് ഈ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ട്. കുറച്ച് പേര് നിങ്ങളുടെ ബോഡി ബിൽഡിംഗ് ആയിരിക്കാം, എക്സസൈസ് ആയിരിക്കാം, അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ കരിഷ്മ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. 3 ഓഫ് വിസ്ഡം ഈ ഒരു വീക്കിൻ്റെ മിഡിലിൽ വന്നിട്ട് ഒത്തിരി ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഒത്തിരി ഫൺ, സന്തോഷം നിറഞ്ഞ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ട്രിപ്പായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി ടൈം ആയിരിക്കാം. ആ ഒരു എനർജി ഈ ഒരു വീക്കിൻ്റെ മിഡിലിൽ വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. ക്ലോത്ത്സ് ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഗ്രൂപ്പായിട്ട് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇതെനിക്ക് ബ്രൈഡ് മെയ്ഡ്സിൻ്റെ എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫങ്ഷൻസ്, എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഒത്തിരി ഫൺ എനർജി, ഡാൻസ് ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. ഇവിടെ വന്നിട്ട് 9 ഓഫ് വിസ്ഡം വന്നിട്ട് ഈ ഒരു വീക്കിൻ്റെ എൻഡിൽ വന്നിട്ട് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത് മണി അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളോട് റോങ് ആയിട്ടുള്ള ഒരു പാത്തിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ വൈസായിട്ട് നിങ്ങളുടെ വിസ്ഡം യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്കിൻ്റെ എൻഡിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 9 ഓഫ് വിസ്ഡത്തിൽ എനിക്ക് ഒത്തിരി ലാവിഷ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു വീക്കിൻ്റെ എൻഡോടുകൂടി. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. Do more research. Dear God and Archangel Raphael, thank you for clearly and gently leading me to the information that I need to know for my well-being. Please give me the courage to be assertive as I take charge of my health care needs. ഇവിടെ വന്നിട്ട് ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ റിസർച്ച് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെൽത്ത് കെയർ നീഡ്സ്, ഹെൽത്ത് കെയർ റുട്ടീനിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ടും ഈ ഒരു വീക്കിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപടി കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയിൽ വർക്ക് ചെയ്യുക. ചിലപ്പോൾ ഒത്തിരി എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടാകാം. അപ്പോൾ മടി പിടിച്ചിരിക്കുന്നുണ്ട്, പിന്നത്തോട്ട് മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയും ഈ ഒരു വീക്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. കൂടുതലായിട്ട് നോക്കാം. താങ്ക് യു. Pile number 2. ഇവിടെ വന്നിട്ട് ഹെറോൺ, ബാലൻസ് ഓഫ് എനർജി ഇൻ ആൻഡ് യാങ്. ഈ ഒരു വീക്കിൽ നിങ്ങളുടെ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള എനർജിയാണ്, ശിവശക്തിയുടെ കോൺസെപ്റ്റാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എനർജി ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾ പുറപ്പെടുന്നതിന് മുന്നേ ആയിട്ട്, ആക്ഷൻസ് എടുക്കുന്ന മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ചൊന്ന് അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാനായിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ചിലപ്പോൾ പെട്ടെന്നുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുന്നുണ്ടാകാം, ഫോൾസ് അലാം വരുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി ലോ വൈബ്രേഷനിലോട്ട് പോകുന്നുണ്ടാകാം, നിങ്ങളുടെ പവർ നഷ്ടപ്പെട്ട പോലെ കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കിയിട്ട്, അഗെയിൻ റിസർച്ചിൻ്റെ എനർജി തന്നെയാണ്, മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഫെദറാണ് വന്നേക്കുന്നത്, മെസ്സേജ് ഫ്രം ദ സ്പിരിച്വൽ റെലം.
നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ എനർജിയാണ്. സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഡൗൺലോഡ്സ്, ഒത്തിരി ഗൈഡൻസ് റിസീവ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കറക്റ്റായിട്ടുള്ള വ്യക്തികൾ, കറക്റ്റായിട്ടുള്ള എനർജീസ് നിങ്ങൾ ഈ ഒരു വീക്കിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ധൈര്യമായിട്ടിരിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ചക്ര ഹീലിംഗ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 2യുടെ ഈ ഒരു വീക്കിലോട്ടുള്ള ബ്ലെസ്സിങ്സ് എന്താണ്? താങ്ക് യു. ഓക്കെ, ഇവിടെ 4 കാർഡ്സ് വന്നിട്ടുണ്ട്. എഗെയിൻ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, എഗെയിൻ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി താങ്ക്ഫുൾ എനർജിയിൽ നിങ്ങൾ ഈ ഒരു വീക്കിലിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് ഒത്തിരി പേര് താങ്ക്സ് പറയുന്നുണ്ടാകാം. ഒത്തിരി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഫാമിലി ഫ്രണ്ട്സായിട്ട് ചേർന്നിട്ട് ഒത്തിരി ഫണ്ണിൻ്റെ എനർജി, ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജി കാണുന്നുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ സേഫായിട്ട്, കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നുണ്ടാകാം. മണി, ഫിനാൻസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി. ഓക്കെ, ഇവിടെ ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സർപ്രൈസിങ് ആയിട്ടുള്ള ഇവൻറ്റ്സ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബ്ലെസ്സിങ്സിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ട് കുറേ കൂടെ ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നുണ്ടാകാം. പുതിയ പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ടായിരിക്കാം, പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അതൊരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.